ഹായ് മക്കൾസ്. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. റിവിഷനൊക്കെ എല്ലാവരും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്ററിലെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ഇക്കോണമി, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് നോക്കേണ്ട കൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ സെക്ഷൻസും പഠിച്ചു തീർക്കാനായിട്ട് എന്ത് ചെയ്യുക, അവിടെ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അതിനു മുൻപ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, ബേസിക് നീഡ് എന്താണ്, ഗ്രാറ്റിഫൈങ് നീഡ് എന്താണ്, അതായത് അടിസ്ഥാന ആവശ്യങ്ങളും അതേപോലെ തന്നെ സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ടാമതായിട്ട് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്താണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതാണെന്ന് അറിയൂ, ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതിന് രണ്ട് രീതിയുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവും ലേബർ ഇൻറ്റൻസീവും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു സെക്ഷനാണ് 3 ടൈപ്പ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. വേണമെങ്കിൽ നമുക്കൊരു 100% ഉറപ്പ് പറയാം എക്സാമിന്. കാരണം ഈ പറയുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, ഈ ഓരോ സമ്പദ് വ്യവസ്ഥകളും അതിൻ്റെ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് എന്ത് ചെയ്തോളണം, കറക്റ്റായിട്ട് അവിടെ പഠിച്ചോളണം. കാരണം അതിൻ്റെ ഫീച്ചേഴ്സിൽ ഇത്ര പോയിന്റ്സ് എഴുതാൻ പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കും. മിനിമം ഓരോന്നിൻ്റെയും ഒരു 4 പോയിന്റ്സ് എങ്കിലും വെച്ച് പഠിച്ചു വയ്ക്കുക. ഇനി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതൊരു ഒരു പാരഗ്രാഫ് വൈസ് ഒക്കെ ആയിട്ട് തന്നേക്കുന്നത്. അത് എളുപ്പത്തിൽ പഠിക്കാൻ ആവശ്യമുള്ള ഒരു ടേബിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് സ്ക്രീനിൽ കാണിച്ചു തരും. അതും പഠിച്ചേക്കുക. എക്കണോമിസ്റ്റുകളും അവരുടെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്നും പറഞ്ഞിട്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്, അടിപൊളിയായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഗാന്ധിജിയുടെയും അമർത്യാസെൻ്റെയും കുറച്ച് തോട്ട്സ്, അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ അവിടെ കഴിയും. ഇപ്പൊ പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല. ഏറ്റവും അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്സും നമ്മൾ അവിടെ പഠിച്ചു തീർക്കും. ഓക്കെ, അപ്പോൾ ഒട്ടും ടൈം കളയാതെ ടോപ്പിക്സിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ഇക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് ബേസിക് നീഡ്സ്? നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യങ്ങളെ, അതിനെയാണ് സാധാരണ നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താ? ഈ പറയുന്ന ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, അതായത് വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ ഭക്ഷണം. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും ബേസിക് നീഡ് എന്ന് പറയും. എന്താ പറയാ? ബേസിക് നീഡ്, അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അപ്പൊ എന്തായിരിക്കും ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറഞ്ഞാൽ സന്തോഷദായക ആവശ്യം. നമുക്ക് സന്തോഷം കിട്ടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ സന്തോഷം നൽകുന്ന പല ആവശ്യങ്ങളും പറഞ്ഞു. കുറെ പേര് പറഞ്ഞു എനിക്ക് കാറ് മേടിക്കുക, കാറ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതല്ലെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്ന, സന്തോഷം തരുന്ന ആവശ്യങ്ങൾ എന്തായിരിക്കും? അതിനെയായിരിക്കും എന്ത് പറയുന്നത്, ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള ലെവലില്ല. ഇതും വിട്ട് നമുക്ക് കുറച്ചും കൂടെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആവശ്യം? അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, അവിടെ ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് നീഡ്, ഗ്രാറ്റിഫൈങ് നീഡ്. ചിലപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നും പറഞ്ഞ് എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ നോക്കേണ്ടത് ഇത്രയാണ്. എസെൻഷ്യൽ നീഡ്സ് ഫോർ സർവൈവൽ ഓഫ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇത് ബേസിക് നീഡാ. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഇത്തരം ആവശ്യങ്ങളെ നമ്മൾ പറയും എന്ത്, ബേസിക് നീഡ് എന്നുള്ള പറയും. ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ കംഫർട്ടബിളും നമ്മളെ കൂടുതൽ ഹാപ്പിയും ആക്കുന്ന തരത്തിലുള്ള നീഡ്സിനെ നമ്മൾ പറയും എന്ത്, ഈ പറയുന്ന ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറയും. അപ്പൊ എന്താണ് ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് ചോദിച്ചാൽ, സെർട്ടൈൻ നീഡ്സ് ദാറ്റ് മേക്ക് അവർ ലൈഫ് മോർ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരവും അതേപോലെ തന്നെ സന്തോഷകരവുമാക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഇതിനെയാണെന്ന് പറയുന്നത് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി ഇതിന് എക്സാമ്പിൾ ഈ പറയുന്ന യൂസ് ഓഫ് ലക്ഷറി കാർ, എക്സ്പെൻസീവ് ജ്വല്ലറി, കോസ്റ്റ്ലി ഡ്രസ്സ്, അതായത് ആഡംബര കാറ്, വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ എന്താ, സന്തോഷം നൽകുന്ന ആവശ്യങ്ങളാണ്. അത് നമ്മളെ കൂടുതൽ സന്തോഷവാന്മാരാക്കും, കൂടുതൽ കംഫർട്ടബിളും ആക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണെന്ന് പറയുന്നത് ഗ്രാറ്റിഫൈങ് നീഡ്. ഇനി ഒന്ന് പറഞ്ഞു നോക്കി, എല്ലാവർക്കും ഇപ്പൊ പറയാൻ പറ്റും എന്താണ് ബേസിക് നീഡ്, എന്താണ് ഗ്രാറ്റിഫൈങ് നീഡ്. ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെ, അതിനെ ബേസിക് നീഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. എന്താണ് ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറഞ്ഞാൽ
സന്തോഷദായക ആവശ്യങ്ങൾ, നമ്മളെ കൂടുതൽ കംഫർട്ടബിളും ഹാപ്പിയുമാക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങളാണ് സന്തോഷദായക ആവശ്യങ്ങൾ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. ഒന്ന് ലക്ഷറി കാറ്, എക്സ്പെൻസീവ് ജ്വല്ലറി, കോസ്റ്റ്ലി ഡ്രസ്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാ. ഡൗട്ട് ഒന്നുമില്ല, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയേ. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും അവസാനിക്കൂ? ഇല്ല. ഒരാവശ്യം കഴിയുമ്പോൾ അപ്പം തന്നെ അടുത്ത ആവശ്യം എന്നുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കും. ഹ്യൂമൻ നീഡ്സ് ആർ ഡൈവേഴ്സ് ആൻഡ് ഇന്യൂമറബിൾ. മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. സെക്കൻഡ് വൺ, സം നീഡ്സ് ക്യാൻ ബി മെറ്റ് എലോൺ ആൻഡ് അതേഴ്സ് ത്രൂ കളക്റ്റീവ് എഫേർട്ട്. ചില ആവശ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റും, പക്ഷേ ചില ആവശ്യങ്ങളോ നമ്മൾ ഒരുമിച്ച് നിന്നാലേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, ഒരു പ്രാവശ്യം നിറവേറ്റപ്പെട്ട ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അവിടെ നിറവേറ്റപ്പെടാം. നമ്മൾ ക്ലാസ്സിൽ കുഴിമന്തിയുടെ എക്സാമ്പിൾ ഒക്കെ എന്ത് ചെയ്തു പറഞ്ഞു. ഒരു പ്രാവശ്യം നമുക്ക് കുഴിമന്തി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മടുക്കുന്നവരെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കൂ ഇനി ഇതെന്തായാലും കഴിക്കാൻ പറ്റൂല, ഇന്നത്തോടെ ഈ സാധനം മടുത്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് 2 ദിവസം കഴിയുമ്പോൾ ഈ ആവശ്യം എന്ത് ചെയ്യും? ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഒരു പ്രാവശ്യം നിറവേറ്റപ്പെട്ട ഏത് ആവശ്യം ആയിക്കോട്ടെ, അത് വീണ്ടും എന്ത് ചെയ്യാൻ വരാം? അത് ആവർത്തിക്കപ്പെടാം, റിപ്പീറ്റ് ചെയ്യപ്പെടാം. കഴിഞ്ഞു. നീഡ്സ് വേരി വിത്ത് ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽ. സമയം, സ്ഥലം, വ്യക്തികൾ, ഇവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. ഇപ്പോൾ എൻ്റെ ആവശ്യമായിരിക്കില്ല ഈ ക്ലാസ് കാണുന്ന നിങ്ങളുടെ ആവശ്യം. ഓക്കെ, ആ ആവശ്യം ആയിരിക്കില്ല ചിലപ്പോൾ പാരൻസിനുള്ള ആവശ്യം. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ് നീഡ് ഓൾസോ ചേഞ്ച്. മനുഷ്യന്റെ പുരോഗതിക്കൊപ്പം എന്തും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യങ്ങളിലും അതേപോലെ തന്നെ മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്, അതായത് ആവശ്യങ്ങളുടെ സവിശേഷതകൾ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. എൻ്റെ ഒപ്പം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കി എല്ലാവരും. ഹ്യൂമൻ നീഡ്സ് ആർ ഡൈവേഴ്സ് ആൻഡ് ഇന്യൂമറബിൾ. മനുഷ്യന്റെ ആവശ്യങ്ങൾ വൈവിധ്യവും എണ്ണമറ്റതുമാണ്. സെക്കൻഡ് വൺ, സം നീഡ്സ് ക്യാൻ ബി മെറ്റ് അലോൺ ആൻഡ് അതേഴ്സ് ത്രൂ കളക്റ്റീവ് എഫേർട്ട്. ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും ചിലത് ഗ്രൂപ്പായിട്ടായിരിക്കും നേടിയെടുക്കാൻ പറ്റുന്നത്. ഇനി once a need once fulfilled may be repeated. അതായത് ഒരു പ്രാവശ്യം നിറവേറ്റപ്പെട്ട ആവശ്യം വീണ്ടും എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യപ്പെടാം. അടുത്തത്, നീഡ് വേരി വിത്ത് ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽ. സമയം, സ്ഥലം, വ്യക്തികൾ, ഇവയ്ക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ആവശ്യങ്ങളിൽ മാറ്റം വരാം. അടുത്തത്, വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ് നീഡ്സ് ഓൾസോ ചേഞ്ച്. അതായത് മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും എന്തുണ്ടാകുന്നു? അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഒരു 3 എണ്ണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഒരു പ്രാവശ്യം കൂടെ പറയും. ഹൗ ടു പ്രൊഡ്യൂസ്, അതേപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, ലാസ്റ്റ് ഹൂം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ടീച്ചറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. കാരണം കൂടുതൽ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണോ ആ ഉൽപ്പന്നം വേണം ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് ഫുഡ് ഷോർട്ടേജ് ഉണ്ട്, ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാണോ അവർക്ക് വേണ്ടി വേണം ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇനി ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് ഇവനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളതെന്ന് ഒട്ടും സമയം കളയാതെ നോക്കാം. അതായത് 2 ടെക്നിക്കുകളാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിൽ പഠിക്കാനായിട്ട്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ്, 2 ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. എന്താണ് ലേബർ ഇൻറ്റൻസീവ്? ലേബർ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി, മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയും. എന്താണെന്ന് അറിയോ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടുന്നു. എങ്ങനെ? ഉൽപാദനം കൂട്ടുന്നു. എങ്ങനെ? കൂടുതൽ ലേബേഴ്സിന് ഉപയോഗിച്ചുകൊണ്ട്, കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്രൊഡക്ഷൻ കൂട്ടുന്ന ആ ഒരു ടെക്നിക്കാണെന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. കൂടുതൽ തൊഴിലാളികളെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ എന്തായിരിക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എങ്ങനെയാ? കൂടുതൽ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ എഫേർട്ട് പരമാവധി കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടുന്ന രീതി, അതിനെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. പരീക്ഷയിൽ നമ്മളോട് ചോദിക്കും ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്നുള്ളത് ചോദിക്കും. ഇത് കൂടാതെ ഇവന്റെ ഫീച്ചേഴ്സ് ചോദിക്കും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണ്. ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്നുള്ളത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടാകും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ എംപ്ലോയീസ് കുറവായിരിക്കും, മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കുള്ളൂ പ്രൊഡക്ഷൻ അവിടെ കൂട്ടുന്നത്. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ലേബർ ഇന്റൻസീവ് ടെക്നിക്കിന്റെ. ഇപ്പൊ പഠിച്ചു പോകണം, ഒരു 2 പ്രാവശ്യം ഞാൻ പറയും, അപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു കഴിയണം കേട്ടോ. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മോർ ലേബർ. ലേബർ ഇന്റൻസീവിൽ കൂടുതൽ തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തും, നേരത്തെ പറഞ്ഞതാ. അടുത്തത് എ പ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് റിക്വയേഴ്സ് മോർ ടൈം. കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതി രണ്ടാമത്തത്. മൂന്നാമത്തത് ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം. വലിയ മെഷീൻസും കാര്യങ്ങളൊന്നും അവിടെ എന്തില്ല, ആവശ്യമില്ല. അടുത്തത് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്. മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും ഇവിടുത്തെ പ്രൊഡക്ഷൻ മെത്തേഡ്, പാരിസ്ഥിതിക സൗഹൃദ ഉൽപാദന രീതി. അടുത്തത് ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം ഇതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് ഇപ്പൊ പഠിച്ചു വെക്കണം കേട്ടോ. പറഞ്ഞു നോക്കണം ഒരുമിച്ച് ഉറക്കെ, എന്നാൽ ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ, കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപാദന രീതി, പ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മോർ ലേബർ. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് റിക്വയേഴ്സ് മോർ ടൈം. അതായത് കൂടുതൽ സമയം ഇതിനാവശ്യമായിട്ട് വരും, കാരണം ആളുകളല്ലേ ഉണ്ടാക്കുന്നത്, മെഷീൻസ് അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സമയം കൂടുതൽ ഇവിടെ എന്ത് ചെയ്യും, അവിടെ വേണ്ടതായിട്ട് വരും. അടുത്തത് ലോ ലെവൽ ഓഫ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം. അടുത്തത് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക സൗഹൃദമായിട്ടുള്ള ഉൽപാദന രീതി. അടുത്തതാണ് ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലേബർ ഇന്റൻസീവ് മനസ്സിലായി. ഇനി ഇതും ക്യാപിറ്റൽ ഇന്റൻസീവ് മൂലധന തീവ്ര സാങ്കേതിക രീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ലെസ് ഡിമാൻഡ് ഫോർ ലേബർ. ഇവിടെ ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യകതയൊന്നുമില്ല, മെഷീൻസ് ആണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത്. യൂട്ടിലൈസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമായിട്ട് വരും, കാരണം മെഷീൻസും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എന്ത് വേണം, മെഷീൻസും കാര്യങ്ങളൊക്കെ വേണം. 3, എൻഷുർ പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഡിപ്പെൻസ് മോർ ഓൺ ടെക്നോളജി. സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ആശ്രയിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, ലെസ് ടൈം ഫോർ പ്രൊഡക്ഷൻ. അധിക സമയമൊന്നും ഇതിന് എന്തില്ല, ആവശ്യമില്ല. കാരണം എന്താ, കൂടുതൽ കാര്യങ്ങൾ മെഷീൻസ് ആണ് ചെയ്യുന്നത്, അപ്പൊ അതിനനുസരിച്ച് സമയം കുറവ് മതി. ഒരു പ്രാവശ്യം കൂടെ പറയും, എൻ്റെ ഒപ്പം ഉറക്കെ പറഞ്ഞു നോക്കണം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക്? മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഫസ്റ്റ് വണ്, ലെസ് ഡിമാൻഡ് ഫോർ ലേബർ. അതിലായത് തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്, കൂടുതലും മെഷീൻസ് ആയിരിക്കും ചെയ്യുന്ന, അധികം തൊഴിലാളികൾ ആവശ്യമില്ല. 2, യൂട്ടിലൈസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് കൂടുതൽ മൂലധന നിക്ഷേപം ഇതിൽ ആവശ്യമാണ്, വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ. അടുത്തത് എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി. അതായത് ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഡിപ്പെൻസ് മോർ ഓൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ, സാങ്കേതിക വിദ്യ അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു, മെഷീൻസും അതേപോലുള്ള സാധനങ്ങളല്ല ഉപയോഗിക്കുന്നത്. അടുത്തത് ലെസ് ടൈം ഫോർ പ്രൊഡക്ഷൻ. ഉൽപാദനത്തിന് വളരെ കുറഞ്ഞ സമയമേ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതോടെ ലേബർ ഇന്റൻസീവും കഴിഞ്ഞു, ക്യാപിറ്റൽ ഇന്റൻസീവും കഴിഞ്ഞു. എക്സാമിന് ഈ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലോട്ട്, സെക്ഷനിലോട്ട് നമ്മൾ പോകുന്നു. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്കോണമി എന്ന് പറയുന്നത്, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്. ഈ പണവും അതിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ എക്കോണമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സമ്പത്ത്, എക്കോണമി കണക്ട് ചെയ്യാം. അടുത്തത് എക്കോണമി സബ്ജക്ട് ടു ചേഞ്ച്. എപ്പോഴും ഒരേപോലെ ആയിരിക്കും എല്ലാം നിൽക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കും ഈ പറഞ്ഞ സമ്പത്തിന്റെ കാര്യത്തിലും. ഓക്കെ, അപ്പോൾ സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അടുത്തത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ ഇക്കോണമി കീപ് ചേഞ്ചിങ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഇൻ ദ ഇക്കോണമി. അതായത് ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയാണ് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങൾ. ഒരു പ്രാവശ്യം കൂടെ ഈ സെക്ഷൻസ് ഒന്ന് ഓടിച്ച് പറയാം. ഒന്ന്, എക്കോണമി എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, സബ്ജക്ട് ടു ചേഞ്ച് ആണ്. അടുത്തത് എക്കണോമിക് ആക്ടിവിറ്റി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവിടെ മാറിക്കൊണ്ടിരിക്കും. മെയിൻ ആയിട്ട് ഇതിൽ നടക്കുന്ന ആക്ടിവിറ്റി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഉൽപാദനം, വിതരണം, അതേപോലെ ഉപഭോഗം. ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇത്രയും പറഞ്ഞ സെക്ഷൻസ് ക്ലിയർ ആയിരിക്കുള്ളൂ. അടുത്തതിലോട്ട് പോകുന്നു. അടുത്തതാണ് എന്താണ് 3 തരത്തിലുള്ള ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയെ 3ആയി തിരിച്ചിരിക്കുന്നു, എക്കോണമീസിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ 3 എണ്ണമാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി. ആദ്യം ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയും, ഒരു കുഞ്ഞ് ഐഡിയ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അഥവാ സ്വകാര്യ വ്യക്തികൾ അഥവാ മുതലാളിമാരായിരിക്കും. അതിനെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും,
പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കുള്ളൂ. കംപ്ലീറ്റ് ഫ്രീഡം മാർക്കറ്റിൽ ഉണ്ടാകും. ഓക്കെ, പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയായിരിക്കും. അടുത്തത് സോഷ്യലിസ്റ്റ്. ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സോഷ്യലിസ്റ്റിലെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കുള്ളൂ. സോഷ്യൽ വെൽഫെയർ എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവും, സാമൂഹ്യ ക്ഷേമം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാകും. എവിടെ? സോഷ്യലിസ്റ്റിലാണെങ്കിൽ. പക്ഷെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലാണെങ്കിൽ ഇവിടെ ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അതെന്തായിരിക്കും? ഈ പറയുന്ന പ്രോഫിറ്റ് ആയിരിക്കും. അപ്പുറത്ത് മിക്സഡ് എക്കോണമിയിലോട്ട് പോകുന്നു. മിക്സഡ് എക്കോണമിയിൽ ഇത് രണ്ടും ഉണ്ടാകും. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഉണ്ടാകും, അതേപോലെ തന്നെ ഗവൺമെന്റും ഉണ്ടാകും. ഇവരുടെ ഒരു മിക്സഡ് ഫോം ആണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. സോഷ്യൽ വെൽഫെയർ ലക്ഷ്യമായിരിക്കും, പ്രോഫിറ്റും ലക്ഷ്യമായിരിക്കുള്ളൂ. നമ്മുടെ ഇന്ത്യ മിക്സഡ് എക്കോണമിക് എക്സാമ്പിളാണ് കേട്ടോ. അപ്പൊ എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ഇന്ത്യ ഇതിൽ ഏത് എക്കോണമിക് എക്സാമ്പിൾ ആണ് എന്നുള്ളത്. മിക്സഡ് ഇക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഓരോന്നിൻ്റെയും ഒരു 4 ഫീച്ചറെങ്കിലും വെച്ച് അവിടെ പഠിച്ചിരിക്കണം. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലായിരിക്കുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇക്കോണമി ഇൻ വിച്ച് ഓണർഷിപ്പ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽസ്. സ്വകാര്യ വ്യക്തികളിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓൾ പേഴ്സൺ ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. എല്ലാവർക്കും എന്തിനുള്ള അവകാശമുണ്ട്? സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഒന്നാമത്തെ പോയിന്റ്. 2, മാക്സിമം പ്രോഫിറ്റ്, പരമാവധി ലാഭം നേടുക എന്നുള്ളത് തന്നെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ലക്ഷ്യം. 3, ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, അതായത് സർക്കാർ ഇടപെടലുകൾ ഇവിടെ പരമാവധി, പരിമിതമാണെന്ന് പറയാം, കമ്പാരിറ്റീവ്ലി കുറവാണ്. അടുത്ത സെക്ഷൻ, ഇൻഡിവിജ്വൽസ് ക്യാൻ സ്റ്റോർ റിസോഴ്സ് ആൻഡ് യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആസ് ദേ വാണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനായിട്ടും അതേപോലെ ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലുണ്ട്. അടുത്തത്, കൺസ്യൂമർ ഹാസ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദ മാർക്കറ്റ്. കൺസ്യൂമർ സോവറിറ്റി, അതായത് ആ ഒരു മാർക്കറ്റിൽ ഉപഭോക്താവിന് വിപണിയിൽ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. സാധനങ്ങൾ ഇഷ്ടമുള്ളത് വിൽക്കാനും ഇഷ്ടമുള്ളത് വാങ്ങാനും ഉള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലുണ്ട്. അടുത്തതാണ് കോമ്പറ്റീഷൻ എമംഗ് ദ ഇൻഡസ്ട്രീസ്. വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ എന്തുണ്ട്? അവിടെ ഒരു മത്സരം നിലനിൽക്കുന്നുണ്ട്. എന്നാലേ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ, മത്സരാധിഷ്ഠിത വിലയിൽ എന്ത് ചെയ്യുള്ളൂ? ഉപഭോക്താവിന് സാധനങ്ങൾ കിട്ടുള്ളൂ. ഒരു ലിമിറ്റ് വിട്ട് വില കൂടാതെയും കുറയാതെയും നിൽക്കണമെങ്കിൽ ഈ ഒരു സംഭവം അവിടെ വേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഇത്രയേ ഉള്ളൂ നമുക്ക് അവിടെ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ക്യാപിറ്റലിസ്റ്റ് കഴിഞ്ഞു. ഇനി പോകുന്ന സോഷ്യലിസ്റ്റ്. ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയ ക്യാപിറ്റലിസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എന്തൊക്കെയാ പഠിച്ചത്? ക്യാപിറ്റലിസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ പറയുന്ന സ്വകാര്യ വ്യക്തികളായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് വിത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇനി അതിന്റെ ഫീച്ചേഴ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ്, മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് ഫ്രീഡം മാർക്കറ്റിലുണ്ട്. സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ എല്ലാ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ എന്ത് സാധനം വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റിലോട്ട് പോകുന്നു സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഓണർഷിപ്പ് ഈസ് വെസ്റ്റഡ് വിത്ത് ഗവൺമെന്റ്. ഓക്കെ, അതായത് അതിന്റെ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. സിമ്പിൾ. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി ആരായിരിക്കും ഓണർഷിപ്പ് എന്ന് പറയുന്നത്? യെസ്, ഗവൺമെന്റ് ആയിരിക്കും ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. ഇനി എ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഈസ് വൺ വിച്ച് ദ ഗവൺമെന്റ് ഓൺസ് ആൻഡ് കൺട്രോൾ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ആരിൽ നിക്ഷിപ്തമായിരിക്കും? ഗവൺമെന്റിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുള്ളൂ. ഇനി നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കുന്നത് ഇവിടെ ഗവൺമെന്റ് ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ അതിനായിട്ട് ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി ഒക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇനി അവന്റെ ഫീച്ചേഴ്സ് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ സെയിം സാധനം തന്നെ. ഓണർഷിപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെസ്റ്റഡ് വിത്ത് ഗവൺമെന്റ്. ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആരിൽ മാത്രം? ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അടുത്തത്, സോഷ്യൽ വെൽഫെയർ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. സാമൂഹ്യ ക്ഷേമമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അടുത്തത്, ഗവൺമെന്റ് കൺട്രോൾ ദ മാർക്കറ്റ്. മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് അപ്പുറത്താണെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു, ഇവിടെയാണെങ്കിൽ ആരായിരിക്കും? ഇവിടെയാണെങ്കിൽ അത് ഗവൺമെന്റ് ആയിരിക്കുള്ളൂ. ഡൗട്ട് ഇല്ല, 3 പോയിന്റ്സ് അടിപൊളിയായിട്ട് പഠിച്ചു. അടുത്തത്, ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. The Central Planning Committee utilizes the resources keeping in view the availability of resource and national objectives. വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നു.
അടുത്തത് റെഡ്യൂസിങ് ഇനീക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. വരുമാനത്തിലും സമ്പത്തിലും അസമത്വം എന്ത് ചെയ്യുന്നു, ഒരു പരിധി വരെ കുറയ്ക്കുന്നു. കാരണം സമൂഹത്തിലെ എല്ലാ ലെവലിലും വലിയവൻ ചെറിയവൻ എന്നൊരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഈക്വൽ ലെവലിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പോൾ റീകളക്ട് ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കോണമി? പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഓണർഷിപ്പ് ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാ? ഒരു സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും. പിന്നെ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമം, സോഷ്യൽ വെൽഫെയർ. അടുത്തത് ഗവൺമെന്റ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യും, വിപണിയെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഈ ഒരു സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരിക്കും ഗവൺമെന്റിനെ മുൻനിർത്തിയിട്ട് അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, വിഭവങ്ങൾ വിനിയോഗിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, എല്ലാവരിലേക്കും സമ്പത്ത്, വെൽത്ത് ഈക്വൽ ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, അവിടെ ഉറപ്പുവരുത്തുന്നു. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. സെറ്റാണല്ലോ? സോഷ്യലിസ്റ്റ് ഇക്കോണമിയും കഴിഞ്ഞു. ഇനി എന്താണ് മിക്സഡ് ഇക്കോണമി? ഒന്നുമില്ല, ഇതിന്റെ ഒരു മിക്സ്ചർ ഫോം. ഏതിൻ്റെയൊക്കെ? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യലിസ്റ്റിന്റെയും ഒരു മിക്സഡ് ഫോമാണ് ഏത്? മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കൺട്രി ഇന്ത്യ. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് പോയിന്റ്, എ മിക്സഡ് ഇക്കോണമി ഈസ് വൺ ദാറ്റ് കമ്പൈൻസ് സം ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആൻഡ് ദ സോഷ്യലിസ്റ്റ് ഇക്കോണമി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ഒരു മിക്സഡ് ഫോമാണ് ഏത്? ഈ പറയുന്ന മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാലോ. പ്രൈവറ്റ് സെക്ടറും ഉണ്ടാകും, പബ്ലിക് സെക്ടറും ഉണ്ടാകും. ഓക്കെ, ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അവരെ പ്രൈവറ്റ് സെക്ടർ എന്നാ പറയാ. അതിനുശേഷം ഇപ്പുറത്തോട്ട് വരുമ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി അവർ കോമൺ ആയിട്ട് പബ്ലിക് സെക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും എവിടെ ഉണ്ടാകും? ഇതിലുണ്ടാകും. ഓക്കെ, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും ഒരു സഹവർത്തിത്വം. അടുത്തത്, മാക്സിമം ഇവരുടെ എയിം എന്തായിരിക്കും? പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ. രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പോയിന്റ്സ് ഒക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? രണ്ടും ഒന്നിച്ച് വരുമെന്ന് മാത്രം. ദാറ്റ് മീൻസ് പ്രോഫിറ്റബിലിറ്റി, ലാഭം ഉണ്ടാക്കുക, അതേപോലെ സോഷ്യൽ വെൽഫെയർ, ഇത് രണ്ടും ഇവിടുത്തെ ലക്ഷ്യമായിരിക്കും. അടുത്തത്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റി, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദ ഗവൺമെന്റ് സ്കീം, ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്ന ഒരു 2 പോയിന്റ്സും കൂടി ഉണ്ട്. ഗവൺമെന്റ് റെഗുലേഷൻസ് ഓഫ് ദ കമ്മോഡിറ്റീസ് പ്രൈസസ് സെർട്ടൈൻ സെക്ടർ, ചില മേഖലകളിൽ വില നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ തീരുമാനിക്കാനായിട്ടുള്ള അവകാശം ആരിൽ നിക്ഷിപ്തമായിരിക്കും? ഗവൺമെന്റ് നിക്ഷിപ്തമായിരിക്കുള്ളൂ. അതിന് കാരണം ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില ഒരു പരിധി വിട്ട് കൂടിപ്പോവാതിരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സംഭവം അവിടെ ചെയ്യുന്നത്. അടുത്തത്, ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ്, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകും. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം. അപ്പോൾ അത്തരം സേവനങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അവിടെ ശ്രദ്ധ ചെലുത്തുന്നു. അപ്പോൾ അതിനായിട്ട് ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പ്രാധാന്യം നൽകുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതേ മിക്സഡും കഴിഞ്ഞു. എന്തൊക്കെയാ പഠിച്ചത്? മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സഡ് ഫോമാണ്. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ടാകും. പ്രോഫിറ്റും വെൽഫെയർ ലക്ഷ്യമായിരിക്കുള്ളൂ. കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ഫ്രീഡം, അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ അവിടെ ഫ്രീഡം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ ഗവൺമെന്റ് സ്കീംസ്, അതായത് ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളുടെയും വില നിയന്ത്രിക്കുന്ന അവിടെ ഗവൺമെന്റ് ആയിരിക്കും. ഇനി അതിനുശേഷം കംപ്ലീറ്റ്ലി അല്ല, ശരിക്കും പറയുന്നത് ഇവിടെ മാർക്കറ്റ് ഫോഴ്സ് എന്നാണ് കേട്ടോ. മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഒരു പരിധി വരെ വില നിർണ്ണയിക്കുന്നത്. പക്ഷെ അതിൽ ഗവൺമെന്റ് ഒരു കൺട്രോൾ ഉണ്ടാകും എന്ന് മാത്രം. പിന്നെ അവശ്യ സാധനങ്ങളുടെ മുകളിൽ ഗവൺമെന്റ് ഒരു കൺട്രോൾ ഉണ്ടാകും. പിന്നെ അതേപോലെ ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ്, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അവിടെ പ്രാധാന്യം കൊടുക്കുന്നു. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് എന്താണ്? എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു ഡെഫിനേഷൻ നോക്കാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അതേപോലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥ, ഇതിനെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു പഠനശാഖയാണ് എന്ത് പറയുന്നത്? സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ്. ഡെഫിനേഷൻ ഇത് പഠിച്ചു വെച്ചേക്കുക. എക്കണോമിക് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് ഡീൽസ് വിത്ത് all these economic activity. It also includes ബഡ്ജറ്റ്, ബാങ്കിങ്, അതേപോലെ മാർക്കറ്റ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അതായത് നമ്മുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, പിന്നെ അതേപോലെ തന്നെ ബേസിക് ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്,
ഇതിനെല്ലാം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ എക്കണോമിക്സ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ഒന്ന് അറിഞ്ഞിരുന്നേക്കുക. അതായത് നമ്മുടെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്, ബേസിക് നീഡ്സ്, ഇതിനെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വന്നേക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ്, ബാങ്കിങ്, അതേപോലെ മാർക്കറ്റ്, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൺസെപ്റ്റുകളാണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചാൻസ് ഉള്ള ചോദ്യം, ഞാൻ പറയുന്നത് മാത്രം ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. കാരണം എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ മുൻപ് ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ, ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇത് പഠിക്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്കണോമിസ്റ്റ് അവരുടെ ഐഡിയാസും ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് ഒരു ടേബിൾ ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റീരിയലിലും അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ടെന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം നോക്കിയിരുന്നോ, ആഡം സ്മിത്തിൽ ഒറ്റ കാര്യം പഠിച്ചിരുന്നാൽ മതി. 2 കാര്യങ്ങൾ. ഒന്ന്, ഫാദർ ഓഫ് എക്കണോമിക്സ്, പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അവിടെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, പുസ്തകമാണ് ഏത്, വെൽത്ത് ഓഫ് നേഷൻസ്. അണ്ടർലൈൻ ചെയ്തോ, ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ആളിലേക്ക് പോകുന്നു, ദാറ്റ് ഈസ് ആൽഫ്രഡ് മാർഷലിനെ പറ്റി പഠിക്കാനായിട്ട് എക്കണോമിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് വെൽഫെയർ. ഓക്കെ, ഡീൽസ് വിത്ത് വെൽഫെയർ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയതാണ് ആര്, ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ 2 പേരുടെയും ഞാൻ ഈ ബോൾഡ് ചെയ്തേക്കുന്ന, ഹൈലൈറ്റ് ചെയ്തേക്കുന്ന സെക്ഷൻസ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത് ലയണൽ റോബിൻസിൽ പഠിക്കേണ്ട കേസ് നോക്കാം എന്താണെന്നുള്ളത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്, മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി പഠിച്ചതാണ് ആര്, ഈ പറയുന്ന ലയണൽ റോബിൻസ്. അടുത്തത് ഡേവിഡ് റിക്കാർഡോ, തിയറി ഓഫ് റെന്റ്, അതായത് പാട്ട സിദ്ധാന്തം. ഓക്കെ, ഡേവിഡ് റിക്കാർഡോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ പറയുന്ന ഡേവിഡ് റിക്കാർഡോ പ്രധാനപ്പെട്ട ഒരു തിയറിയുടെ പേരിലാണ് അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത്, പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റെന്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. കാൾ മാക്സ്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അതായത് മിച്ച മൂല്യ സിദ്ധാന്തം, ഇതിന്റെ പേരിലാണ് കാൾ മാക്സിന് അവിടെ ഓർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്തേ. ലയണൽ റോബിൻസ്, ലിമിറ്റഡ് റിസോഴ്സും മനുഷ്യന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാൺസും. ഓക്കെ, ഹ്യൂമൻ വാൺസ്, മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും, ലയണൽ റോബിൻസ്. ഡേവിഡ് റിക്കാർഡോ അവിടെ എന്താ പഠിച്ചത്, തിയറി ഓഫ് റെന്റ്, പാട്ട സിദ്ധാന്തം. കാൾ മാക്സ് എന്താ പഠിച്ചത്, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അഥവാ മിച്ച മൂല്യം. നോട്ട് ചെയ്ത് വെക്കണം, ഇവരുടെ ഹൈലൈറ്റ് പോയിന്റ് ഇതാണ്. അടുത്തത് ജെ എം കെയ്ൻസ് നോക്കാം. ഓക്കെ, ഹി ആർഗ്യൂഡ് ഫോർ ദ തിയറി ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമിക് സെക്ടർ, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടലിന് വേണ്ടിയിട്ട് വാദിച്ചു ആര്, ഈ പറയുന്ന ജെ എം കെയ്ൻസ്. അടുത്തത് ജെ എ ഷുംപിറ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നുള്ളത്. സൃഷ്ടിപരമായിട്ടുള്ള നശീകരണം എന്ന് പറയുന്നത്. എന്താണ് സൃഷ്ടിപരമായ നശീകരണം? അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, പുതിയ ടെക്നോളജിയും മറ്റു കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ ഔട്ട്ഡേറ്റഡ് ആകുന്നു. അതായത് പുതിയ സൃഷ്ടികൾ വരുമ്പോൾ പഴയ സാധനങ്ങൾ അവിടെ നശിച്ചു പോകുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്ന ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അഥവാ സൃഷ്ടിപരമായ നശീകരണം. നോക്കാം എന്താണെന്നുള്ളത്. അവിടെ വ്യവസായങ്ങളിലും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളിൽ വളർച്ച സൃഷ്ടിക്കുന്നു. അപ്പോൾ നിലവിലുള്ള അവിടെ വ്യവസായങ്ങളും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യകളും നശിക്കുകയോ അതല്ലെങ്കിൽ തടസ്സപ്പെടുകയോ ചെയ്യുന്നുവെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജെ എ ഷുംപിറ്റർ സൃഷ്ടിപരമായ നശീകരണം മറക്കണ്ട. അടുത്തത് ചാണക്യ, പഠിക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ, എഫിഷ്യന്റ് ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാര്യക്ഷമമായ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായിട്ടുള്ള നികുതി സമ്പ്രദായം വിഭാവനം ചെയ്തത് ഇദ്ദേഹമാണ്. ആര്? ചാണക്യ. അപ്പോൾ ജെ എം കെയ്ൻസ് പഠിച്ച കാര്യം എന്താ? ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമിക് സെക്ടർ, സാമ്പത്തിക മേഖലയിൽ സർക്കാരിന്റെ ആ ഒരു റോൾ എന്താണ് എന്നുള്ളത്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ. ജെ എ ഷുംപിറ്റർ സൃഷ്ടിപരമായ നശീകരണം അഥവാ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഏറ്റവും ലാസ്റ്റ് ചാണക്യനെ കുറിച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചത്? അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടാക്സ് കളക്ടിങ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് വേണം എന്നുള്ളത് കഴിഞ്ഞു. ഇനി അടുത്തത് ദാദാഭായ് നവറോജി, ദ ഡ്രെയിൻ തിയറി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്, ഈ പറയുന്ന ചോർച്ച സിദ്ധാന്തം. അതായത് ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നിന്ന് സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ അതിലത്തെ കൺസെപ്റ്റാണ് ഇവിടെ നോക്കേണ്ടത്. അവിടെ
ഡ്രെയിൻ തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജി. മഹാത്മാഗാന്ധി, ഹിന്ദ് സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, അതായത് ഹിന്ദ് സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ടുകളെല്ലാം തന്നെ മെൻഷൻ ചെയ്തേക്കുന്നത് ആ ഒരു ബുക്കിലാണ്. അടുത്തത് അമർത്യ സെൻ, നൊബേൽ പ്രൈസ് ഇൻ 1988 ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ എക്കണോമിക്സ്, അതായത് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് 98 നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, വെൽഫെയർ എക്കണോമിക്സ്, അതായത് ക്ഷേമ സാമ്പത്തിക രാഷ്ട്രത്തിനുള്ള പ്രധാന സംഭാവനകൾക്ക് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ലാസ്റ്റ് അടുത്തൊരാളാണ് അഭിജിത്ത് വിനായക ബാനർജി. 2019 നൊബേൽ സമ്മാനം കിട്ടിയ ഒരു വ്യക്തിയാണ് അഭിജിത്ത് വിനായക ബാനർജി. ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ഇന്ത്യ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ് ആര്? ഈ അഭിജിത്ത് ബാനർജി. അന്ന് നമ്മുടെ പേപ്പറിലൊക്കെ 2019 ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾക്ക് നൊബേൽ സമ്മാനം കിട്ടി. ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾക്ക് നൊബേൽ സമ്മാനം കിട്ടിയതൊക്കെ അന്ന് ഭയങ്കര വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നൊബേൽ കൊടുത്തതെന്ന് നോക്കാം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ he was awarded the 2019 Nobel Prize in Economics for devising an experimental approach to global poverty eradication. ആഗോളതലത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക പഠനങ്ങൾ നടത്തിയതിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? അവിടെ നൊബേൽ സമ്മാനം കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇദ്ദേഹത്തോടൊപ്പം തന്നെ നൊബേൽ സമ്മാനം കിട്ടിയവരായിരുന്നു ആര്? എസ്തേർ ഡഫ്ലോ ആൻഡ് മൈക്കൽ ക്രിമർ എന്ന് പറയുന്ന രണ്ടുപേര്. അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? യെസ്. അപ്പോൾ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നു. ഗാന്ധിജിയുടെയും അമർത്യ സെന്നിന്റെയും എക്കണോമിക് തോട്ട്സിനെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് നോക്കിയിരിക്കാനായിട്ടുള്ളൂ, അറിഞ്ഞിരിക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഗാന്ധിജിയുടെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഗാന്ധിജി എൻവിഷൻഡ് ആൻ എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് സഫീഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണ് ആര് വിഭാവനം ചെയ്തത്? നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്തത്. റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നർച്ചേർഡ് ടു ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി. ഗാന്ധിജി എപ്പോഴും ശ്രമിച്ചിരുന്നതേ ഒരു രാജ്യത്തെ സാമ്പത്തികമായിട്ട് ഉയർത്തണം എന്നുണ്ടെങ്കിൽ അത് താഴെ തട്ടിൽ നിന്നും തുടങ്ങണം. ദാറ്റ് മീൻസ് ഗ്രാമതലങ്ങളിൽ നിന്ന് തുടങ്ങണം. അവിടെ ഉയർച്ച ഉണ്ടായാലേ രാജ്യത്തിന് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നതായിരുന്നു ഗാന്ധിജിയുടെ കൺസെപ്റ്റ്. സോ അത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ, റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നർച്ചേർഡ് ടു ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി. പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ് ഫോർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്. പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ എന്ത് ചെയ്യണം? വിപുലപ്പെടുത്തണം. അടുത്തത്, എക്കണോമിക് ഇനീക്വാലിറ്റി ഷുഡ് ബി അലിവിയേറ്റഡ് ത്രൂ എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം എന്ത് ചെയ്യണം? ലഘൂകരിക്കണം. അപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് ഏത്? ഗാന്ധിജി ഈ പറയുന്ന കൺസെപ്റ്റുകളിലൂടെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗാന്ധിജിയുടെ കൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഒന്നാമതായിട്ട് ഫസ്റ്റ് പറയേണ്ട കാര്യം, ഗാന്ധിജി എപ്പോഴും ചിന്തിച്ചിരുന്നത് ഇന്ത്യയിലത്തെ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ആളുകളെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. രണ്ടാമതായിട്ട് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത. ഇനി പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. അതേപോലെ തന്നെ സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് അത് ഉറപ്പാക്കാനായിട്ട് എന്ത് ചെയ്യുക? എക്കണോമിക് ഇനീക്വാലിറ്റി മാക്സിമം കുറയ്ക്കുക, സാമൂഹിക അസമത്വം പരമാവധി കുറയ്ക്കുക. ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ഈ അമർത്യ സെന്നിന്റെ എക്കണോമിക് തോട്ട്സാ. അപ്പോൾ അമർത്യ സെൻ അവിടെ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അമർത്യ സെന്നിന്റെ എക്കണോമിക് തോട്ട്സ് എന്തൊക്കെയാണ്? ഒരു 3 പോയിന്റ്സേ ഉള്ളൂ. ഒന്നാമതായിട്ട്, നമുക്ക് സാമ്പത്തിക പുരോഗതി, എക്കണോമിക് പ്രോഗ്രസ് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. അടുത്തത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അടുത്തത് ഹെൽത്ത് കെയർ. നമുക്ക് എക്കണോമിക് പ്രോഗ്രസ് കൈവരിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ ജസ്റ്റിസ്. അതേപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി, അതായത് ലിംഗസമത്വം, വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. ഇതെല്ലാം രാജ്യ പുരോഗതിക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അടുത്തത്, എക്കണോമിക് ഡെവലപ്മെന്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ
ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. സാമ്പത്തിക വികസനം എപ്പോഴും വിലയിരുത്തേണ്ടത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്നും കൂടെ അതിൽ കൺസിഡർ ചെയ്യണം. വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ബേസിക് നീഡ്, ഗ്രാറ്റിഫൈങ് നീഡ്, അടിസ്ഥാന ആവശ്യങ്ങൾ, സന്തോഷദായക ആവശ്യങ്ങൾ. എക്സാമ്പിൾ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. അടുത്തത് ബേസിക് എക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിൽ 2 കാര്യങ്ങൾ പഠിച്ചു, ലേബർ ഇന്റൻസീവ്, ക്യാപിറ്റൽ ഇന്റൻസീവ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് 3 ടൈപ്സ് ഓഫ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് ഇക്കോണമി. അതിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്നു, സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നു, മിക്സഡ് ഇക്കോണമി ഗവൺമെന്റും പബ്ലിക്കും കൂടെ ഒരുമിച്ച് പ്രൈവറ്റും കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിസ്റ്റിന്റെയും അതേപോലെ സോഷ്യലിസ്റ്റിന്റെയും ഒരു മിക്സഡ് ഫോം ആണ് അവിടെ മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചത് കുറച്ച് എക്കണോമിസ്റ്റുകളെയും അവരുടെ ഐഡിയാസും പഠിച്ചു. ഓക്കെ, അതിൽ എല്ലാവരുടെയും ഞാനിത് ബോൾഡ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്ന സെക്ഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. എല്ലാം വായിച്ച് മീനിങ് പറയാത്തതിൻ്റെ കാര്യം, ഇത് നമുക്കൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. A to Z കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കുക, അണ്ടർലൈൻ ചെയ്തേക്കുക. പിന്നെ അതിനുശേഷം പഠിച്ചത് ഈ പറയുന്ന ഗാന്ധിജിയുടെയും അമർത്യ സെന്നിന്റെയും എക്കണോമിക് തോട്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ടോട്ടലി പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാംസിനൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, റിവിഷനൊക്കെ നല്ല കിടിലമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകളെല്ലാം ഓക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. സോ ടാറ്റാ.